കാരണം ഈ പൊട്ടിത്തെറിക്കുന്ന ഇത്തരം ഈ ഭീകരരുണ്ടല്ലോ, അതായത് ചാവേറായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഭീകരർ, അവരുടെ അതേ മനോഭാവത്തിലേക്ക് തന്നെയാണ് ഈ ആളുകളും പോകുന്നതെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം അല്ലാതെ ഇത്തരം ഒരു സന്ദർഭത്തിൽ രാജ്യം മുഴുവൻ ഒരു ആപത്ത് നേരിടുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു വെല്ലുവിളി നേരിടുമ്പോഴാണ് ഇത്തരം പോസ്റ്റുകളുമായിട്ട്, ഇത്തരം രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയുള്ള പോസ്റ്റുകളുമായിട്ട് ചില ആളുകൾ വരുന്നത്. അതിപ്പോൾ വളരെ കൂടുതലായിട്ടുണ്ട്, കേരളത്തിൽ വളരെ കൂടുതലാണ്. പല ആളുകളും പ്രവാസികളൊക്കെയാണ്, അവർ പുറത്തൊക്കെ നിന്നാണ് സോഷ്യൽ മീഡിയ വഴി ഇത്തരം പോസ്റ്റുകൾ ഇടുന്നത് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യം. കാരണം രാജ്യത്തെ ഭരണഘടനയ്ക്കും അല്ലെങ്കിൽ രാജ്യത്തെ സംവിധാനങ്ങൾക്കും എതിരെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അതായത് ഭീകരതയെ വെള്ളപൂശുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. രാജ്യം ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോഴാണ് ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് ചുറ്റും വന്ന് പത്തിവിടർത്തി നിൽക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ്. കാരണം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയവും മതപരവുമായ താല്പര്യങ്ങൾ മാത്രമാണ്. ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും, ഇന്ത്യ തകർന്നു പോയാലും ഒരു കുഴപ്പവുമില്ല, നരേന്ദ്രമോദി പുറത്തു പോകണം അല്ലെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇത്തരക്കാർ. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് രാജ്യ താല്പര്യമോ അല്ലെങ്കിൽ ദേശസ്നേഹമോ ഒന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവരാണ്. എന്നിട്ട് അവർ ഇരവാദവും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ വരും. എന്തെങ്കിലും ഒരു അറ്റാക്ക് നടത്തുകയാണ്, അത് ഇരവാദത്തിൽ ചാലിച്ച് അതിനെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുക. ഇത് അത്യന്തം അപകടകരമായ കാര്യമാണ്. കാരണം ഇത്തരം ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇവിടെ സംവിധാനമില്ല എന്നതാണ് ഏറെ വേദനാജനകമായ മറ്റൊരു കാര്യം.